പാകിസ്ഥാന്റെ വൻ മിസൈൽ നീക്കം. സ്വന്തം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും വലയുമ്പോഴും അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്താനുള്ള സൈനിക നീക്കങ്ങളുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിശാലമായ വ്യോമാതിർത്തിയിലും അറേബ്യൻ കടലിലെ സമുദ്രാതിർത്തിയിലും അസാധാരണമാം വിധം വലിയ ഒഴിവാക്കൽ മേഖലകൾ ഏർപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ഒരു വലിയ മിസൈൽ പരീക്ഷണത്തിനാണ് അവർ ഒരുങ്ങുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത ഭരണകൂടം തങ്ങളുടെ പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ ാണ് ഇത്തരം ആയുധ പ്രദർശനങ്ങൾ നടത്തുന്നത് എന്ന വിമർശനം ശക്തമാണ്. പഞ്ചാബ്, സിന്ധ് തീരപ്രദേശ, ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിലായി ഏകദേശം 750 കിലോമീറ്റർ നീളത്തിലാണ് ഇത്തവണ പാകിസ്ഥാൻ നിയന്ത്രിത മേഖല പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോൻമിയാനി ഫയറിംഗ് റേഞ്ച് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കം മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. മിസൈലുകളുടെയോ റോക്കറ്റുകളുടെയോ പരീക്ഷണത്തിനായി വ്യോമയാന മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സാധാരണയാണെങ്കിലും ഇത്രയും വിശാലമായ ഭൂപ്രദേശവും സമുദ്രമേഖലയും അടച്ചുപൂട്ടുന്നത് അനാവശ്യമായ ഭീതി സൃഷ്ടിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. സൈനിക ശക്തി പ്രകടിപ്പിക്കാൻ പാകിസ്ഥാൻ പതിവായി ഇത്തരം വ്യോമയാന മുന്നറിയിപ്പുകൾ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്ന വിസ്തൃതമായ ഇടനാഴി കേവലം പരീക്ഷണങ്ങൾക്കപ്പുറം അയൽ രാജ്യങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്താനുള്ള സൈനിക തന്ത്രമാണ്. അറേബ്യൻ കടലിലെ പ്രധാന കപ്പൽ ഗതാഗത പാതകൾക്ക് സമീപം സമുദ്ര ഒഴിവാക്കൽ മേഖല പ്രഖ്യാപിച്ചത് വാണിജ്യ വിമാനങ്ങൾക്കും സമുദ്ര വ്യാപാരത്തിനും വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാന മിസൈൽ പരീക്ഷണ കേന്ദ്രമായ സോൻമിയാനി ഫ്ലൈറ്റ് ടെസ്റ്റ് റേഞ്ച് ഉൾപ്പെടുത്തിയാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ട്രാക്കിംഗ് റഡാറുകളും ടെലിമെട്രി സംവിധാനങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിലൂടെ വൻകിട ആയുധങ്ങൾ പരീക്ഷിക്കാനാണ് നീക്കം. സ്വന്തം ജനങ്ങൾക്ക് സുരക്ഷയോ സാമ്പത്തിക ഭദ്രതയോ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു രാജ്യം ബില്യൺ കണക്കിന് രൂപ ഇത്തരം വിനാശകരമായ സൈനിക അഭ്യാസങ്ങൾക്കായി പാഴാകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ ഫത്ത-3ന്റെ സാങ്കേതിക മികവിനെക്കുറിച്ചുള്ള വാദങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല. വിദേശ സാങ്കേതിക വിദ്യകളെ കടമെടുത്ത് നിർമ്മിക്കുന്ന ഇത്തരം മിസൈലുകളുടെ പ്രവർത്തനക്ഷമത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വിപണിയിൽ സ്വന്തം ആയുധങ്ങൾക്ക് പ്രചാരം ലഭിക്കാനും ആഭ്യന്തരമായ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനുമാണ് ഇസ്ലാമാബാദ് ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മിസൈൽ പാത, മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, നാവിഗേഷൻ ശേഷി എന്നിവ വിലയിരുത്താനാണ് ഈ നീക്കമെങ്കിൽ പോലും അതിനായി പൊതുജനങ്ങളുടെയും മറ്റ് രാജ്യങ്ങളുടെയും സുരക്ഷ പണയം വെക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നിയന്ത്രിത മേഖലകൾ സ്ഥാപിച്ച് ഭീതി പടർത്തുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്തെ ക്രമസമാധാന നില മെച്ചപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടത്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന 750 കിലോമീറ്ററിന്റെ ഈ വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ കേവലം ഒരു ആയുധ പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല, മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ പ്രതിഷ്ഠയെ വീണ്ടെടുക്കാനുള്ള പരാജയപ്പെട്ട ശ്രമമാണ്. വിനാശകരമായ ആയുധ മത്സരങ്ങളിൽ നിന്നും പിന്മാറി മേഖലയിലെ സമാധാനത്തിന് ആഘാതമുണ്ടാക്കുന്ന നീക്കങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.